ഹലോ ഫ്രണ്ട്സ്, RRB ജൂനിയർ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്യുകയുണ്ടായി. RRB ഡിഫറൻറ്റ് സോൺസിനെ അയച്ച ഒരു ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ആയിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ആ ലെറ്ററിൽ വേക്കൻസീസിൻ്റെ അസസ്മെൻറ്റും അതുപോലെ RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡ്രാഫ്റ്റ് ജൂണിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് RRB ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ്. അപ്പോൾ ജൂണിൽ തന്നെ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ജൂലൈ ഒരു പകുതിയോടുകൂടി തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് എക്സാമിനായിട്ട് എത്ര മാസങ്ങൾ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ CBT 1 എക്സാം കഴിഞ്ഞതിന് ശേഷം CBT 2 പഠിക്കാനായിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഇടവേള കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാം. ഞാനിവിടെ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് 2019 കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത്. 2018 അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വന്നു. ഫെബ്രുവരി മാസങ്ങളായിട്ട് നോട്ടിഫിക്കേഷൻ്റെ അപ്ലൈ ഉള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്രകാരം നമുക്ക് എത്രത്തോളം ഗ്യാപ്പ് ആയിരുന്നു അന്നത്തെ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്ത് കിട്ടിയെന്നാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ 30/12/2018 കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വിളിച്ചത് പ്രകാരം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അന്നുണ്ടായിരുന്നത് 7/2/2019 അതായത് ഫെബ്രുവരി മാസം 7 വരെ അന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്തതിനു ശേഷം CBT 1 എക്സാം നടത്തിയത് 22/5/2019 മുതൽ 2/6/2019 ഉള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ വെച്ചിട്ടായിരുന്നു അവർ എക്സാം നടത്തിയിരുന്നത്. അപ്പോൾ CBT 1 എക്സാമും കണ്ടക്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ശേഷം CBT 2 28/8/2019 മുതൽ 1/9/2019 വരെയുള്ള ഒരു ഗ്യാപ്പുകളിലായിട്ടായിരുന്നു CBT 2 എക്സാമും നടത്തിയിരുന്നത്. അപ്പോൾ ഇതിനൊരു കാര്യം ക്ലിയർ ആണ്. ഫൈനൽ സബ്മിഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മുതൽ CBT 1 എക്സാം വരെയുള്ള ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ജൂലൈയിൽ വന്നു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് CBT 1 എക്സാം ഉണ്ടാവും എന്ന് കരുതി തന്നെ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ CBT 1 എക്സാമിന് ശേഷം CBT 2 എക്സാമും 3 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നു. അതുപോലെ റിസൾട്ടും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു നോട്ടിഫിക്കേഷൻ ഒരു വർഷത്തിൻ്റെ ആദ്യം വിളിക്കുന്നു, അതിനുശേഷം ആ വർഷത്തിൽ തന്നെ റിസൾട്ടും പബ്ലിഷ് ചെയ്ത് ജോലി ലഭിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ RRB ചെയ്യുന്നത്. അതായത് വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള രീതിയിലാണ് RRB എക്സാം കണ്ടക്ട് ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ CBT 2 എക്സാമിന് ശേഷം 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാമിൻ്റെ റിസൾട്ടും അനൗൺസ് ചെയ്യാനായിട്ട് RRBക്ക് അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നവംബർ 1/2019 RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ റിസൾട്ട് വന്നിരുന്നത്. അപ്പോൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെയാണ് RRB എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ CBT 1 എക്സാം കണ്ടക്ട് ചെയ്യുന്നു. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം CBT 2 എക്സാം കണ്ടക്ട് ചെയ്ത് 2 മാസങ്ങൾ കൊണ്ട് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന രീതിയാണ് RRBക്കുള്ളത്. സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാം നിങ്ങൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വെല്ലുവിളിയാവാൻ പോകുന്നത് CBT 1 നോൺ ടെക്നിക്കൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ CBT 1 CBT 2 കൂടെ കമ്പൈൻഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. അല്ലാതെ നിങ്ങൾ CBT 1 ആദ്യം ക്ലിയർ ചെയ്താലേ CBT 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ലാഭത്തോട് ഇരിക്കരുത്. കാരണം CBT 1 ശേഷം കൃത്യമായ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ CBT 2 എക്സാം വരും. പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നമുക്കറിയാം ടെക്നിക്കൽ എബിലിറ്റീസിൻ്റെ ചോദ്യങ്ങളാണ് CBT 2 വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് അതിൻ്റെയൊക്കെ PDF നെറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ വെച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ ഒരു സംശയം നിങ്ങൾക്ക് മാറുമെന്ന് വിചാരിക്കുന്നു. ഇനി വരാൻ പോകുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് എക്സാം സ്പെഷ്യൽ പ്രീമിയം ബാച്ച് ANS അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നിങ്ങൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായതുകൊണ്ട് തന്നെ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സുകൾക്ക് വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ CBT 1 വേണ്ടി സ്പെഷ്യൽ ഫോക്കസ് നമ്മളിവിടെ നൽകുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ CBT 1 CBT 2 വേണ്ടി കമ്പൈൻഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നേറി പോകണം. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് CBT 1 CBT 2 ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക. അത് മാത്രമല്ല എക്സാം വരെയും ഗൈഡൻസിനായിട്ട് ഇവിടെ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. ഇത് കൂടാതെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ടെസ്റ്റുകളും അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്സ് പോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യൻ എക്കോണമിയിലെ ഒരു ടോപ്പിക്ക് പഠിച്ച ശേഷം ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും ഇവിടെ ലഭിക്കും. നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് പഴയ RRBയുടെ എക്സാമിൻ്റെ പാറ്റേൺ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എത്രത്തോളം ആ ഒരു ഏരിയ മനസ്സിലാക്കിയെന്നതിന് നിങ്ങൾക്ക് തന്നെ ഒരു അവയർനെസ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമ്മുടെ ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ബാച്ച്
ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം. അത് ജസ്റ്റ് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.